അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് വേണ്ടിയിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും സജ്ജീകരിച്ചതിന് ശേഷം മാത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. അല്ലാതെ മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷമല്ല അല്ലാഹു അവന് വേണ്ടിയിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും തയ്യാറാക്കിയത്. മനുഷ്യന് വേണ്ടിയിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും എന്തൊക്കെ വേണോ അവന് ഈ ഭൂമി ലോകത്ത് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും സജ്ജീകരിച്ച് വെച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് അവനോട് ഒരൊറ്റ കാര്യം മാത്രമാണ് ചോദിക്കുന്നത്, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. നിങ്ങൾ എന്നെ മനസ്സിലാക്കി എന്നെ അറിഞ്ഞ് ആരാധിക്കുക. അള്ളാഹുവിനെ ആരാധിക്കുന്നത് വേറെ, അള്ളാഹുവിനെ അറിഞ്ഞ് ആരാധിക്കുന്നത് വേറെ. അള്ളാഹുവിനെ അറിഞ്ഞ് ആരാധിക്കുമ്പോഴാണ് നമുക്കുള്ള ലക്ഷ്യബോധ്യം എന്താണ്, നമ്മുടെ ഹൃദയത്തിനുള്ളിൽ നമുക്കൊരു ലക്ഷ്യം വരും. ഈ നശ്വരമായ ദുനിയാവല്ല, കാലാകാലം വരുന്ന ആഖിറം, ഇനിയൊരു ജീവിതം വരാനുണ്ട്. ആ ജീവിതത്തിന് വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. ഹദീസിൽ കാണാം, അദ്ദുനിയ മസ്റഅത്തുൽ ആഖിറ എന്നാണ്. ദുനിയാവെന്ന് പറയുന്നത് ആഖിറത്തിലേക്കുള്ള കൃഷിയിടമാണ്. ഒരു കൃഷിക്കാരൻ ആ കൃഷിയിടത്തിൽ അവൻ എന്തെല്ലാം കഷ്ടപ്പെടുന്നു, ഏതെല്ലാം രീതി പ്രയാസപ്പെടുന്നു, അതിനുള്ള ബലം അവൻ എന്ത് ചെയ്യും, ആ കൃഷിയിടത്തിൽ നിന്ന് ലഭിക്കും. അതുപോലെയാണ് ഒരു മനുഷ്യനെ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഈ ദുനിയാവിൽ അവൻ എത്രമാത്രം കഷ്ടപ്പെടുന്നു, അതിനുള്ള വിളവ് കിട്ടുന്നത് നാളെ വരാനിരിക്കുന്ന കാലാകാലമായ ആഖിറത്തിലാണ്. അതുകൊണ്ട് ദുനിയാവിൽ നമ്മൾ ജീവിക്കുമ്പോൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക. കാരണം ഈ ദുനിയാവിൽ നിന്ന് നമ്മൾ വിട്ടുപിരിഞ്ഞ് അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് യാത്രയായി പോയി കഴിഞ്ഞാൽ ഒരു നന്മ പോലും നമുക്ക് ചെയ്യാൻ കഴിയുകയില്ല. മറിച്ച് ഒരു തിന്മ ചെയ്തതിൻ്റെ പേരിൽ അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കാൻ പോലും നമുക്ക് കഴിയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, മൻ ജാഅ ബിൽ ഹസനതി ഫലഹു അശ്റു അംസാലിഹാ. ഒരു മനുഷ്യൻ ഒരു നന്മ ചെയ്തു കഴിഞ്ഞാൽ അവന് അള്ളാഹു സുബ്ഹാനഹു വ തആല 10 നന്മകൾ എഴുതപ്പെടും. ഒരൊറ്റ നന്മയ്ക്ക് 10 നന്മയുടെ കൂലിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. ഇനി മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ പറയുന്നുണ്ട്, വമൻ ജാഅ ബിസ്സിയ്യഅതി ഫലാ യുജ്സ ഇല്ലാ മിസ്ലിഹാ വഹും ലാ യുദ്ലമൂൻ. ഇനി ഒരു മനുഷ്യൻ ഒരു തിന്മ ചെയ്താലോ, അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ പറയുകയാണ്, ഒരു മനുഷ്യൻ ഒരു തിന്മ ചെയ്തു കഴിഞ്ഞാൽ അവൻ ആ തിന്മയുടെ ശിക്ഷ മാത്രമേ അള്ളാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തുകയുള്ളൂ. വഹും ലാ യുദ്ലമൂൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരാളോടും ആരോടും അക്രമം കാണിക്കുകയില്ല. സത്യത്തിൽ നമ്മളാണ് അള്ളാഹുവിനോട് അക്രമം കാണിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു നന്മയ്ക്ക് 10 നന്മ നൽകാമെന്നും, ഒരു തിന്മ ചെയ്തു കഴിഞ്ഞാൽ ആ തിന്മ രേഖപ്പെടുത്തുന്നതിന് മുമ്പേ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് പശ്ചാത്തപിക്കാൻ വേണ്ടിയുള്ള വഴി വരെ തുറന്നു തന്നിട്ടും നമ്മൾ അതിലൂടെ ജീവിക്കുന്നില്ല എങ്കിൽ നമ്മളല്ലേ സത്യത്തിൽ അള്ളാഹുവിനോട് അക്രമം കാണിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ മുഅ്മിനീങ്ങളായ സത്യവിശ്വാസികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക. നാളെ ആഖിറത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും തയ്യാറാക്കി കൊണ്ടുപോവുക.